ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി. എൻ്റെ താക്കോൽ സെറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളത് കീ സെറ്റ് മാറാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. അതായത് പഴയ ഇതിനകത്ത് താക്കോലിൻ്റെ ഈ അത്രയും ഭാഗം ഒടിഞ്ഞതിൻ്റെ ഉള്ളിൽ കയറിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫുൾ സെറ്റായിട്ട് മാറ്റാനേ പറ്റുള്ളൂ. നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പുതിയ പീസ് കണ്ടത്. ഇത് നമ്മൾ മാറ്റിയേക്കണ ഐറ്റാണത്. ശരിക്കും പറഞ്ഞാൽ അത് സെൻസർ തന്നെ മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കീ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കൽ നടക്കില്ല. അത് കാരണം മാറ്റി പുതിയത് സെറ്റാക്കിയിട്ട്. അപ്പോൾ അതിനകത്ത് 2 കീ തന്നെ ഉണ്ട്. ഒരെണ്ണം സ്പെയർ കീ ഉണ്ട്, ഒരെണ്ണം സാധാ കീ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കീ എടുത്ത് വെച്ചേക്കാം. അപ്പോൾ നിലവിൽ സെറ്റപ്പ് പാടി നമുക്ക് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ അത് കൂടാതെ വണ്ടി ആക്സിലേറ്റർ റേസ് ആവണം കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. വേറെ പറയത്ത കാര്യം മേജറായിട്ടുള്ള കംപ്ലൈൻറ്റ് തോന്നണമെന്നില്ല. പിന്നെ ബ്രേക്ക് ഒരല്പം കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തേക്കാം. മൈനറായിട്ടൊന്ന് ചെക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം നമുക്കൊരു 3 മണിയാകുമ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആവും. അതിൻ്റെ ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ. മാറ്റണമെന്നൊരു ഫുള്ളായിട്ട് അയക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ ലോക്കൊക്കെ ഒറ്റ യൂണിറ്റും വന്നതുകൊണ്ട് തന്നെ നമുക്കത് ഫുള്ളായിട്ട് അയച്ചിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ കിട്ടും.